Hello everyone, welcome to High Quiz Learning and to our IGNOU BA Psychology Exam Marathon Series. Exam Marathon Series in the 7th പാർട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് BA Psychology-യുടെ. അപ്പോൾ മാരത്തൺ സീരീസിൽ നമ്മൾ പ്രധാനമായിട്ടും BA Psychology-യുടെ ഫസ്റ്റ് ഇയറിലെ ഇപ്പോൾ ഫസ്റ്റ് ഇയറിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു ഞാൻ നേരത്തെ. അപ്പോൾ ഫസ്റ്റ് ഇയറിലുള്ള എല്ലാ പേപ്പേഴ്സും അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ ഓരോ ബ്ലോക്കുകളും ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന എക്സാം റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തുന്ന ഒരു സീരീസാണ് എക്സാം മാരത്തൺ സീരീസ് എന്നുള്ളത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേപ്പർ സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്ന സെക്കൻഡ് സെമസ്റ്ററിലെ പേപ്പറാണ്. അപ്പോൾ ആ പേപ്പർ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഡിഫറൻസസിനെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഈ ലോകത്തുള്ളൂ എന്നുള്ളത്. അഥവാ ഒന്നുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെയുള്ള മറ്റൊരാൾ, അതല്ലെങ്കിൽ നമ്മളുടെ അതേ ബിഹേവിയേഴ്സ് 100% ഓഫ് ദ സെയിം ബിഹേവിയേഴ്സ് ഉള്ള മറ്റൊരാളെ ലോകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും രീതിയിലുള്ള ഡിഫറൻസസ് ഹ്യൂമൻ ബീങ്സിൻ്റെ ഇടയിലുണ്ടാവും. അങ്ങനെ ഹ്യൂമൻ ബീങ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് നമ്മളുടെ പേഴ്സണാലിറ്റി, ഇൻ്റലിജൻസ്, ആപ്റ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് നമ്മളുടെ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഹ്യൂമൻ ബീങ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ. അപ്പോൾ ആ ഫാക്ടേഴ്സിനെ കുറിച്ച് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്ന പേപ്പറിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അഥവാ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, ഹ്യൂമൻ ബീങ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന എന്തൊക്കെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടോ ആ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് ആണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പേപ്പറിൽ നടത്തുന്നത്. അതിലേറ്റവും ഫോക്കസ് ചെയ്യുന്നത് പേഴ്സണാലിറ്റിയെയും ഇൻ്റലിജൻസിനെയും തന്നെയാണ്. പിന്നെ ആപ്റ്റിറ്റ്യൂഡും സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 2 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലോക്ക് 1 ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ബ്ലോക്ക് 1-ൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ന് നമ്മൾ ബ്ലോക്ക് 2-ലെ ക്വസ്റ്റ്യൻസ് ആണ്. ബ്ലോക്ക് 2-ൽ പ്രധാനമായിട്ടും ഇൻ്റലിജൻസിനെ കുറിച്ച് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ അവസാന ഘട്ടമാവുന്ന സമയത്ത് ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ച്, എന്താണ് ആപ്റ്റിറ്റ്യൂഡ്, എങ്ങനെയൊക്കെയാണ് ആപ്റ്റിറ്റ്യൂഡ് ഡിഫൈൻ ചെയ്യപ്പെടുന്നത്, അതിൻ്റെ ലിമിറ്റേഷൻസ് എങ്ങനെയാണ് ആപ്റ്റിറ്റ്യൂഡും ഇൻ്റലിജൻസും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക, എങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തിയുടെ ഇൻ്റലിജൻസ് ലെവൽസ് അയാളുടെ ഓവറോൾ വെൽബീയിങ്ങിനെ യുണീക്ക് ആക്കുന്നത് എന്നുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും ഈ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിൽ നിങ്ങൾ പഠിക്കും. എനിവേ ഞാൻ ഈ ബ്ലോക്കിൻ്റെ അധികം ഇൻട്രൊഡക്ഷൻ പറയുന്നില്ല. അത് പറയാതെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആരംഭിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ is briefly discuss or briefly explain about Goleman's theory of emotional intelligence എന്നുള്ളതാണ്. ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ തിയറീസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറീസിനെ കുറിച്ച് നിങ്ങളുടെ സിലബസിൽ SLM-ൽ പ്രതിപാദിക്കുന്നുണ്ട്. മേയർ ആൻഡ് സെലോവയുടെ തിയറി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു തിയറിയാണ് ഗോൾമാൻ്റെ തിയറി എന്ന് പറയുന്നത്. നിങ്ങളുടെ എക്സാംസിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള 2 തിയറീസിൽ ഒന്നാണ് ഇത് ഗോൾമാൻ്റെ തിയറി, മറ്റേത് മേയർ ആൻഡ് സെലോവയുടെ തിയറിയാണ്. ആ ഒരു തിയറി കൂടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഞാൻ ഫോർ ദ ടൈം ബീങ് ഈ തിയറി മാത്രം എന്ത് ചെയ്യാം ഇവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ തിയറിയിൽ നമുക്ക് ഗോൾമാൻസ് ഇമോഷണൽ ഇൻ്റലിജൻസ് തിയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മേ ബി 5 മാർക്സിനായിരിക്കും ചോദിക്കുന്നത്. 5 മാർക്സിന് ചോദിക്കാനാണ് സാധ്യത കൂടുതൽ, കാരണം അത്രയേ അത് എഴുതാനുള്ളൂ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഗോൾമാൻ്റെ തിയറി എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേയർ ആൻഡ് സെലോവയുടെ തിയറി അല്ലെങ്കിൽ അവരുടെ മോഡലിനെ ഭയങ്കരമായിട്ട് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഗോൾമാൻ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഇൻട്രഡക്ടറി പാരഗ്രാഫിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ തിയറീസിൽ ഏറ്റവും കൂടുതൽ വൈഡ്ലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള തിയറി കൂടിയാണ് ഗോൾമാൻ്റെ തിയറി എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻട്രഡക്ടറി പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫാക്ടേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ എഴുതാവുന്നതാണ്. ഗോൾമാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസിൽ പ്രധാനമായിട്ടും 5 എസെൻഷ്യൽ കോമ്പണൻസ് ഉണ്ടെന്നാണ്. ദർ ആർ 5 എസെൻഷ്യൽ കോമ്പണൻസ് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഗോൾമാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗോൾമാൻ്റെ തിയറിയിൽ സ്വാഭാവികമായിട്ടും എന്തൊക്കെയാണ് ഉണ്ടാവുക, ആ 5 എസെൻഷ്യൽ ആയിട്ടുള്ള ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ കോമ്പണൻസിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് ആണ് ഉണ്ടാവുക. അപ്പം അതിൽ ഒന്നാമത്തെ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് സെൽഫ് അവെയർനെസ് ആണ്. നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒന്നാമത്തെ കോമ്പണൻറ്റ് ആസ് പെർ ഗോൾമാൻ ഇസ് സെൽഫ് അവെയർനെസ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബിലിറ്റി ടു റെക്കഗ്നൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വൺസ് മൂഡ്സ്, ഇമോഷൻസ്, ഡ്രൈവ്സ് ആസ് വെൽ ആസ് ദെയർ എഫക്റ്റ് ഓൺ അതർ പീപ്പിൾ എന്നുള്ളതാണ്. അഥവാ ഇത് സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അബിലിറ്റിയാണ്. എന്തിനുള്ള അബിലിറ്റി, നമ്മളുടെ സ്വന്തം മൂഡുകളും നമ്മളുടെ സ്വന്തം ഇമോഷൻസ്, വികാരങ്ങളും നമ്മളുടെ സ്വന്തം ആഗ്രഹങ്ങളും ഡ്രൈവുകളും അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം മറ്റുള്ള ആളുകളിലെ എഫക്റ്റ്, ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള നമ്മളുടെ അബിലിറ്റിയാണ് സെൽഫ് അവെയർനെസ് എന്നുള്ളത്. ആക്ച്വലി നമ്മുടെ ലൈഫിൽ നമ്മൾ സെൽഫ് അവെയർ ആവുക എന്നുള്ളത്, നമുക്ക് നമ്മളെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ഐഡിയ ഉണ്ടാവുക എന്നുള്ളത് എന്താണ്, ഒരു പോസിറ്റീവായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ
സെൽഫ് അവയർനെസ് എന്താണ്? ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ടാണ് ആര് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഗോൾമാൻ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെയാണ് സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് കൺട്രോളിങ് ഓർ റീഡയറക്റ്റിംഗ് വൺസ് ഡിസ്റപ്റ്റീവ് ഇമ്പൾസസ് ആൻഡ് ഇമോഷൻസ് എന്നാണ്. സെൽഫ് റെഗുലേഷൻ, ആത്മസംയമനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അല്ലെങ്കിൽ നമ്മളെ തന്നെ സ്വന്തമായിട്ടൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുക എന്ന് പറയുന്നില്ലേ? ചില സമയത്ത് ആളുകളൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, എനിക്കെൻ്റെ ദേഷ്യം അടക്കാനേ പറ്റില്ല, തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് റെഗുലേഷൻ സ്കിൽസ്, അബിലിറ്റി കുറവാണെന്നാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്വന്തം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള, അതിനെ റീഡയറക്റ്റ് ചെയ്യാനുള്ള, ഡിസ്റപ്റ്റീവായിട്ടുള്ള ഇമ്പൾസസിനെയൊക്കെ റീഡയറക്റ്റ് ചെയ്തുകൊണ്ട് അത് മറ്റുള്ള ആളുകൾക്ക് ഹാംഫുൾ ആവാത്ത രീതിയിൽ കീപ്പപ്പ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാനുള്ള നമ്മളുടെ അബിലിറ്റിയാണ് സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അതും നമ്മളുടെ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കോമ്പണൻ്റ് ആണെന്ന് ഗോൾമാൻ പറയുന്നു. അടുത്തതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. It drives the individual to achieve things. It gives the passion to achieve goals with energy and persistence എന്നാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടോ, നിങ്ങളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ക്വോഷ്യൻ്റ് അഥവാ EQ എത്രത്തോളം ഉണ്ടോ, അതിനനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള മോട്ടിവേഷൻ കൂടുമെന്നാണ് ഗോൾമാൻ പറയുന്നത്. അഥവാ നിങ്ങൾ ഒരു ഹൈ EQ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ കൂടുതൽ എന്തായിരിക്കും ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയേഴ്സിൽ ഇൻവോൾവ് ആവും. നിങ്ങൾ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ത്വര അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി, ആഗ്രഹമൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മറ്റുള്ള ആളുകളെക്കാൾ, EQ കുറഞ്ഞ ആളുകളെക്കാൾ കൂടുതലായിരിക്കും എന്ന് പറയുന്നു. ഇറ്റ് ഗിവ്സ് us എനർജി ആൻഡ് പെർസിസ്റ്റൻസ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാനൊക്കെയുള്ള മോട്ടിവേഷൻ ഹൈ ഇൻ്റലിജൻസ് ക്വോഷ്യൻസ് നമുക്ക് നൽകുന്നു. പിന്നെ അടുത്തതാണ് എംപതി എന്ന് പറയുന്നത്, അഥവാ ഫോർത്ത് കോമ്പണൻ്റ് ആണ് എംപതി. എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദി ഇമോഷൻസ് ഓഫ് അതർ പീപ്പിൾ ആസ് വെൽ ആസ് ടു ഫീൽ വാട്ട് അതേഴ്സ് ആർ ഫീലിംഗ് എന്നാണ്. സൈക്കോളജിസ്റ്റുകൾ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ എസ്പെഷ്യലി സൈക്കോളജി സ്റ്റുഡൻ്റ് ആണെങ്കിൽ തന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സ്കില്ലുകളിൽ ഒന്നാണ് എംപതി സ്കില്ല്, അല്ലെങ്കിൽ എംപത്തറ്റിക് ആവാനുള്ള ഒരു എബിലിറ്റി എന്നുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ വൈകാരിക തലങ്ങളെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ, ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമോഷൻസ് ഓഫ് അതർ പീപ്പിൾ ആസ് വെൽ ആസ് ടു ഫീൽ വാട്ട് അതേഴ്സ് ആർ ഫീലിംഗ്. ഓക്കെ, അഥവാ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം പോരാ അവരുടെ ഇമോഷൻസ്, അതിന് നമുക്ക് അത് എങ്ങനെയാണോ അതേ ഇൻറ്റൻസിറ്റിയിൽ എന്ത് ചെയ്യണം, അത് നമുക്ക് ഫീൽ ചെയ്യുക കൂടെ വേണം. അപ്പോഴാണത് എംപതി എന്ന് പറയുന്ന ഒരു ടേമിൻ്റെ ഒരു കറക്ഷനിലേക്ക്, കംപ്ലീഷനിലേക്ക് എത്തുന്നത്. അപ്പം എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അബിലിറ്റിയാണ്, കഴിവാണ്. എന്തിനുള്ള കഴിവ്? മറ്റുള്ള ആളുകളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനും അതിനെ ഫീൽ ചെയ്യാനുമുള്ള നമ്മളുടെ കഴിവിനെയാണ്, അബിലിറ്റിയാണ് എംപതി എന്ന് പറയുന്നത്. ആൻഡ് എംപതി ഇസ് ദ ഫോർത്ത് കോമ്പണന്റ് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് ആസ് പെർ ഗോൾമാൻസ് തിയറി. പിന്നെയാണ് സോഷ്യൽ സ്കിൽസ് എന്നുള്ളത്, ഫിഫ്ത്ത് ആൻഡ് ഫൈനൽ കോമ്പണന്റ്. അത് ഇറ്റ് ഹെൽപ്സ് ഇൻ മാനേജിങ് റിലേഷൻഷിപ്സ് ആൻഡ് ബിൽഡിംഗ് സോഷ്യൽ നെറ്റ്വർക്ക്സ് എന്നാണ്. അഥവാ സോഷ്യൽ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾക്ക് മറ്റുള്ള ആളുകളുമായിട്ട് റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ, ലോങ് ടേം റിലേഷൻഷിപ്പുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സ്കിൽസാണ്. സോഷ്യൽ സ്കിൽസിൽ ഹൈ ആയിട്ടുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആളായിരിക്കും. അയാൾക്ക് ആളുകളെ കയ്യിലെടുക്കാനുള്ള കഴിവ് ഭയങ്കരമായിട്ടുണ്ടാവും. എല്ലാ ആളുകളുമായിട്ടും നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ, ആരെയൊക്കെ ആയിട്ടും പ്രധാനമായിട്ടും നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു നല്ല ഐഡിയ, സോഷ്യൽ സ്കിൽസ് കൂടുതലുള്ള ആളുകൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ 5 കോമ്പണൻസ് ആണ് നിങ്ങൾ ഗോൾമാൻ്റെ തിയറിയെക്കുറിച്ച് എഴുതുന്ന സമയത്ത് കൃത്യമായി എഴുതേണ്ടത്. അതിനുശേഷം ഒരു കൺക്ലൂഡിംഗ് പാരഗ്രാഫ് കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ മാക്സിമം മാർക്സ് ഹോപ്പ്ഫുള്ളി. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് അബൌട്ട് കമ്പയറിംഗ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇൻ്റലിജൻസ്. ആപ്റ്റിറ്റ്യൂഡും ഇൻ്റലിജൻസും തമ്മിലുള്ള ഡിഫറൻസസിനെ കുറിച്ചാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, ആപ്റ്റിറ്റ്യൂഡ് ഈസ് നോട്ട് എ സിംഗിൾ എൻറ്റൈറ്റി. അഥവാ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സംഭവം മാത്രമല്ല, ഇറ്റ് ഈസ് വെൽ കണക്റ്റഡ് വിത്ത് അതർ ഏരിയാസ് ഓൾസോ. നമ്മളുടെ ഹ്യൂമൻ ലൈഫിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസുമായിട്ട് നല്ല കണക്ഷനുള്ള ഒരു കൺസെപ്റ്റാണ് ഇത് ആപ്റ്റിറ്റ്യൂഡ്. ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡുമായി നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വൺ ഓഫ് ദ ആസ്പെക്റ്റ് ആണെന്ന് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് വേണമെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു ഡെഫിനിഷനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഗുഡ് മാർക്ക് ഫോർ ദാറ്റ് ഇൻട്രഡക്ഷൻ ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ എന്തായാലും അവിടെ നിങ്ങൾ എഴുതേണ്ടത് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് ആണ് കൊടുക്കേണ്ടത്. നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ലെസൺ 12 യൂണിറ്റ് 6 ലെസൺ 12 അതിലിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ആഡഡ് നോട്ട്സാണ് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ്
ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ സ്പെസിഫിക് അബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ. വ്യക്തികളുടെ കഴിവിനെ കുറിച്ച്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കഴിവിനെ കുറിച്ചൊക്കെയാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ലൈക്ക് നമ്മൾ പറയും ഈ വ്യക്തിക്ക് ഇന്ന കാര്യത്തിൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, എന്താണ് നൈപുണ്യമുണ്ട് എന്നൊക്കെ നമ്മൾ പല മലയാളം വേർഡും ആപ്റ്റിറ്റ്യൂഡ് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അപ്പോൾ എന്തായാലും ആ ഒരു സ്പെസിഫിക് അബിലിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ആപ്റ്റിറ്റ്യൂഡ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷേ ഇൻ്റലിജൻസ് ജനറൽ മെൻ്റൽ അബിലിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, റെഫർ ചെയ്യുന്നത്. അഥവാ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാസ്കുകളിലേക്ക് നമ്മൾക്ക് ഉള്ള ഒരു ജനറൽ മെൻ്റൽ അബിലിറ്റിയാണ് ഇൻ്റലിജൻസ് എന്ത് ചെയ്യുന്നത്, റെഫർ ചെയ്യുന്നത്. ഒരിക്കലും ഒരു സ്പെസിഫിക് ടാസ്കിൽ നിങ്ങൾക്ക് ഇത്ര ഇൻ്റലിജൻസ് ഉണ്ടെന്നല്ല പറയുക. പൊതുവേ നിങ്ങൾക്ക് എത്രത്തോളം മെൻ്റൽ അബിലിറ്റി ഉണ്ടോ അതിനെയാണ് ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ഹാസ് എ ഡിഫൈൻഡ് ഓർ നാരോ സ്കോപ്പ്. ഒന്നില്ലെങ്കിൽ പരിമിതപ്പെട്ടതോ അല്ലെങ്കിൽ വളരെ ചെറിയതോ ആയിട്ടുള്ള സ്കോപ്പേ ആപ്റ്റിറ്റ്യൂഡിനുള്ളൂ. പക്ഷേ ഇൻ്റലിജൻസിന് എന്താണ്, വളരെ ബ്രോഡർ ആയിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ഫ്യൂച്ചർ ഓറിയൻറ്റേഷൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഒരാൾ ഒരു ലേണിങ്ങിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാക്ടീസസിലൂടെയൊക്കെ അയാൾക്ക് ഏത് മേഖലയിലാണ് ബെറ്റർ ആവാൻ പറ്റുക എന്നുള്ളതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ പറയുന്നത്, അല്ലേ? അപ്പോൾ അവിടെ ഫ്യൂച്ചർ ഓറിയൻറ്റേഷനാണ് എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ഒരാളുടെ ആപ്റ്റിറ്റ്യൂഡ് നോക്കുന്ന സമയത്ത് അയാൾ ഫ്യൂച്ചറിൽ അയാൾക്ക് ഏറ്റവും ഫിറ്റ് ആവുന്ന കരിയർ ഏതായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് അബിലിറ്റിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻ ഉണ്ട് എന്നാണല്ലോ അവിടെ നോക്കുന്നത്. വാട്ട് ദ പേഴ്സൺ നോസ് ആൻഡ് വാട്ട് ഹീ ക്യാൻ പെർഫോം ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, നിങ്ങൾക്ക് എവിടെയൊക്കെ ഏതൊക്കെ രീതിയിലൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇൻ്റലിജൻസ് നോക്കുന്നതെങ്കിൽ ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾക്ക് ഭാവിയിൽ ലേണിങ്ങിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നോക്കുന്നത്. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് റെഫേഴ്സ് ടു ദ കേപ്പബിലിറ്റി ഓഫ് ദ പേഴ്സൺ ക്യാൻ അച്ചീവ് വിത്ത് ട്രെയിനിങ്. അതായത് ഒരു വ്യക്തിക്ക് വ്യക്തമായ ട്രെയിനിങ്ങോടുകൂടെ എന്തൊക്കെ നേടിയെടുക്കാൻ വേണ്ടി പറ്റും എന്ന് ആപ്റ്റിറ്റ്യൂഡ് പറയുമ്പോൾ, ഇൻ്റലിജൻസ് എന്താണ് പ്രഡിക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ് ഇൻവോൾവിങ് ദോസ് മെൻ്റൽ കേപ്പബിലിറ്റീസ് എന്നാണ്. അഥവാ ആപ്റ്റിറ്റ്യൂഡ് പറയുന്ന ഹ്യൂമൻ ബീങ്സിൻ്റെ കപ്പാസിറ്റീസ്, കേപ്പബിലിറ്റീസ്, അബിലിറ്റീസ് അടക്കമുള്ള കാര്യങ്ങളെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഇൻ്റലിജൻസ് ടെസ്റ്റുകൾക്ക് പറ്റുമെന്നാണ്. ഇൻ്റലിജൻസ് ടെസ്റ്റിൽ പല ആസ്പെക്റ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ആസ്പെക്റ്റാണ് എന്ത്, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ എന്നുള്ളത്. അതായത് നമുക്ക് എവിടെയാണ് ഒരു കഴിവുള്ളത് എന്നുള്ളത് നോക്കുന്നതൊക്കെ എന്താണ്, ഒരു പെർട്ടിക്കുലർ ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ടാണല്ലോ. അപ്പോൾ ഇൻ്റലിജൻസ് ടെസ്റ്റുകൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ സക്സസിനെ ഈ ആപ്റ്റിറ്റ്യൂഡ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മളുടെ അബിലിറ്റീസിൻ്റെ ബേസിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇൻ്റലിജൻസ് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. അപ്പോൾ ഈ ഡിഫറൻസസ് മാത്രം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫുൾ മാർക്ക് തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫോമാറ്റ് മറന്ന് വെറുതെ ലാസ്റ്റ് എന്ത് ചെയ്യാം, ഒരു കൺക്ലൂഡിംഗ് പാരഗ്രാഫ് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു ടേക്ക് ഓഫ് ഇൻ്റലക്ച്വൽ ആസ്പെക്ട്സ് ഫ്രം എൻ ഇൻഡിവിജ്വൽസ് ആപ്റ്റിറ്റ്യൂഡ്. അഥവാ ഒരു വ്യക്തിയുടെ ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും അയാളുടെ ഇൻ്റലക്ച്വൽ ആസ്പെക്റ്റുകളെ മാറ്റിക്കളയാൻ അല്ലെങ്കിൽ അതിനെ എടുത്തൊഴിവാക്കാൻ നമുക്കൊരിക്കലും പറ്റില്ല എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ ജസ്റ്റ് അവിടെ ഒരു കൺക്ലൂഡറി പോയിന്റ് ആയിട്ട് കൊടുത്തു എന്നുള്ളൂ. നിങ്ങൾക്ക് അത് എലാബറേറ്റ് ചെയ്ത് എഴുതുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എനിവേ ഇന്നത്തെ 2 ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെയാണ്. അപ്പോൾ അടുത്ത ബ്ലോക്കിലെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു ഫോർ ലിസണിങ്.